എന്തൊരു ടൈമിംഗ് ഒരേ ടൈമിന് അതെ വീട്ടിൽ നിന്ന് വിളിക്കുമായിരിക്കും അങ്ങോട്ട് മാറിയില്ലേ പിന്നെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം മാത്രമല്ല ചിലപ്പോ ഞാൻ ഇവരെ വീട്ടിൽ വില പേശുന്നത് മോള് കേൾക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ കണ്ണടപ്പം തെറി പറയാം മോളടപ്പം വിളിക്കട്ടോ ഹലോ 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 ഉഗ്രപ്രതാപന്റെ വീടല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തമ്പി പേര് പറയാറില്ല നിന്റെ അച്ഛൻ അവിടെ ഉണ്ടോ ഇല്ല അച്ഛൻ ഇവിടെ ഇല്ല താൻ അവിടെ ഇല്ലെന്ന് ആ കൊച്ചിനെ ഒറ്റക്കാക്കിട്ട് താൻ അവിടെ പോയാടോ എന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നില്ലേ അയ്യേ ഞാൻ മണ്ടനാണല്ലോ അതെ നിങ്ങളുടെ മകൾ എന്റെ കസ്റ്റഡിയിലുണ്ടോ എന്റെ മകളാ കല്യാണം കഴിക്കാത്ത എനിക്ക് ഇവിടുന്ന് മോള് അല്ല സാധാരണ ഈ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്നിട്ട് അച്ഛന്റെ അടുത്താണ് ഇങ്ങനെ വില പേശുന്നത് അത് ട്രാക്കായി കിടക്കാണ് തിരിച്ചിട്ടോ നിങ്ങളുടെ അച്ഛൻ എന്റെ കസ്റ്റഡിയിലുണ്ടോ അയ്യോ എന്റെ അച്ഛൻ ഞാൻ ചോദിക്കുന്നത് തന്നാൽ നിങ്ങളുടെ അച്ഛനെ ജീവനോടെ തിരിച്ചു തരാം നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് 25 ലക്ഷം രൂപയും 50 പവനും ചാടുന്ന കടുവയുടെ പടമുള്ള ഒരു കാറും വേണം ഇത് ജഗ്ഗൂറോ എടി ജങ്കാറോ ജപ്പാറോ എനിക്ക് അറിയേണ്ട കാര്യമില്ല ചാടുന്ന കടുവ വേണം അതൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇരിക്കുന്ന കടുവയാലും കുഴപ്പമില്ലടേ അഡ്ജസ്റ്റ് ചെയ്യാം ചേട്ടാ അതൊന്നും കിട്ടാൻ സാധ്യതയില്ല ചേട്ടാ കൊച്ചെന്തൊരു കൊച്ചാടേ ഇത് ഇഷ്ടംപോലെ കാശ് കൊണ്ടു ഒന്നുമില്ലെന്നാ കൊച്ചു പറയുന്നത് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറയാനാണ് ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം ചെയ്യും മോനെടുത്ത് തന്നെ പറ അച്ഛനെ ഫോൺ കൊടുക്കാം നിങ്ങൾ തമ്മിൽ സംസാരിക്കും ഹലോ അച്ഛാ അച്ഛാ ഹലോ മോളെ അച്ഛൻ എവിടെയാ അച്ഛാ എന്നെ കറങ്ങുന്ന കസേരയിൽ ഇരുത്തിക്കാണ് മോളെ കറങ്ങിക്കൊണ്ടിരിക്കണ് മോളെവിടാ അച്ഛൻ ഞാൻ അച്ഛന്റെ അടുത്തുണ്ട് എന്റെ അടുത്തുണ്ടോ അല്ല അച്ഛന്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചോ മക്കളെ ഒരു കാരണവശാലും ഉമ്മാർക്ക് 5ന്റെ പൈസ കൊടുക്കരുത് മോളെ കെട്ടിച്ചു വിടാൻ വേണ്ടിട്ട് അച്ഛൻ ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൊണ്ട് മോള് ഒളിച്ചോടിയാലും അച്ഛന് പ്രശ്നമില്ല ഒരു കാരണവശാലും അവന്മാർക്ക് കൊടുക്കല്ലേ ഇത് കേട്ടാ മതി അച്ഛൻ എനിക്ക് വൃത്തിയായിട്ടവരെ പെങ്കൊച്ചിനെ വഴിയെത്തിക്കുവാടാ മതി അച്ഛനെ മോളോട് സംസാരിച്ചത് ഹലോ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും എന്തിന് ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നവരൊക്കെ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇടപെട്ട് എന്നാ ചേട്ടാ ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കും ഞാൻ കുറച്ച് തിരക്കാണ് വീട്ടിൽ ജോലിയുണ്ടോ കഷ്ടം തന്നെ അങ്ങനെ ഒരു കാര്യം ജോലി കഴിഞ്ഞിട്ട് ഒരു മിസ് കോൾ അടിച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചു ശരി പിന്നെ വരുമ്പോഴേ ഒരു പൊതി ചോറ് കൂടെ കൊണ്ടുവരണേ വിശക്കുന്ന വിശപ്പല്ലേ ഒരു പൊതി ചോറിന്റെ പൈസ കൂടെ കുറച്ചിട്ട് ബാക്കി തന്നാ ചേട്ടാ ഓക്കെ എന്റെ മോളെ എന്തൊരു ടൈമിംഗ് ആയത് ഒരേ സമയത്ത് ഫോൺ വരുന്നു ഒരേ സമയത്ത് ഫോൺ കട്ടാവുന്നു ദൈവത്തിന്റെ ഓരോ കളികളെ